ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ കേൾവിക്കാരായിരിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ആ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഏറെ ആഴ്ചകളായി വീണ്ടും ഈ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ സാധിച്ചിട്ട്, ഇതിനു മുമ്പ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം എന്താണെന്നുള്ളതാണ് 2 വീഡിയോയിലായിട്ട് പറഞ്ഞിരുന്നത്. അതായത് എതിർ ക്രിസ്തു ആരാണ് എന്നുള്ള ആ വലിയ ഒരു സത്യം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വിവിധ ഏടുകളിൽ കൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ 2 ഭാഗങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായി ചില ഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. എങ്കിലും ഇന്ന് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു സംവാദം ശ്രദ്ധിക്കാനിടയായി. അതിൽ നിരീശ്വരവാദികളും ഒരു ദൈവദാസനും തമ്മിലുള്ള ഒരു സംവാദമായിരുന്നു. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ അവർ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം, അവരുടെ ഒരു ന്യായം, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം, ആ ദൈവം വളരെ ക്രൂരനാണ്. അനേകം നിരപരാധികളെ നിർദ്ദയം കൊന്നു തള്ളുവാൻ നിർദ്ദേശിക്കുന്ന ഒരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. അതിനാൽ അങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് അവർ ഉന്നയിച്ച ഒരു വാദം. ആ ഒരു ഭാഗത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുമായി അല്പസമയം ദൈവവചനം പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുക, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഇതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ദോഷവും സംഭവിക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നൊരു കാര്യം തന്നെയാണ്. ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഏറെ മനുഷ്യന് പ്രയോജനകരം ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ്. അപ്പൊ ദൈവാസ്തിക്യത്തെ സംബന്ധിച്ച് ഉള്ള മറ്റ് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ദൈവം ഉണ്ട് എന്നുള്ളതിനെ പ്രധാനമായും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന 2 തെളിവുകൾ, ഒന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്, മറ്റൊന്ന് ഈ പ്രകൃതിയാണ്. ഇപ്പൊ പ്രകൃതിയും വിശുദ്ധ വേദപുസ്തകവും ഒരു ഗ്രന്ഥകാരന്റെ, ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വം നമ്മോട് വിളിച്ചു പറയുന്നതും തന്നെയാണ്. ഈ മുൻവിധികളില്ലാതെ ഏതൊരുത്തനും ഈ 2 ഗ്രന്ഥങ്ങളും വായിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു സൃഷ്ടാവിനെ അവിടെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇന്ന് അനേകരും വേദപുസ്തകത്തെ മുഖ്യമായും അവർ അതിനെ കാണുന്നത്, അവരെ സമീപിക്കുന്നത് ഒരു പ്രത്യേകമായ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാടിൽ കൂടെയാണ്. അത് വേദപുസ്തകം വായിക്കുക എന്നുള്ളത്, പഠിക്കുക എന്നുള്ളത്, അത് വളരെ ശ്രമകരമാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേവലം ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെയാണ് അനേകരും വായിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിന്റെ രചനാ സ്വഭാവം, അതിൻ്റെ സാഹിത്യത്തിന്റെ ആലങ്കാരിക പ്രയോഗങ്ങൾ, ഇതൊക്കെ നാം വ്യക്തമായി പഠിക്കുമ്പോൾ അത് വേദപുസ്തകം കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു രചനാ ശൈലിയെ കൊണ്ട് കൂടി പഠിച്ചേ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വസ്തുതയാണ്, മുൻവിധി ഇല്ലാതെ വേദപുസ്തകത്തെ കാണാൻ സാധിക്കണം. ഒരു നിഷ്പക്ഷ ബുദ്ധിയാ ഈ പുസ്തകം പഠിക്കാൻ സാധിക്കണം. അതിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ പ്ലാൻ, ഒരു ഡിവൈൻ പ്ലാൻ ഓഫ് ദി ഏജസ് എന്ന് പറയാം, യുഗങ്ങളെ സംബന്ധിച്ച് ഉള്ള ദൈവത്തിന്റെ വലിയൊരു നിർണയമുണ്ട്. ആ നിർണയം വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം വേദപുസ്തകത്തിലെ അനേകം വാക്യങ്ങളും ഇങ്ങനെയുള്ളവർക്ക് അവർക്കത് ഒരിക്കലും അത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ളതായിരിക്കില്ല. ഇപ്പൊ റോമാലേഖനത്തിൽ ഇങ്ങനെയാ പറയുന്നത്. റോമലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയാം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി
അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു എന്നാ പറയുന്നത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അല്ലെങ്കിൽ ലോകാരംഭം മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നു. അപ്പൊ നാം ഈ പ്രപഞ്ചത്തിലേക്ക് നാം നോക്കിയാൽ തീർച്ചയായും ആ പ്രപഞ്ചത്തിന്റെ ഓരോ കണികകളിലും ഒരു ജ്ഞാനിയായ ഒരു സൃഷ്ടാവിന്റെ കരവിരുത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പം ആ രീതിയിൽ പ്രവേശിക്കുന്നില്ല. പിന്നീട് മറ്റൊരു വീഡിയോ അങ്ങനെ ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഈ ദൈവത്തെ വിശ്വസിക്കാൻ നിരീശ്വരവാദികളായിരിക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത് ദൈവം ക്രൂരനാണ് എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു സ്നേഹവാനതയായ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സ്നേഹ സ്വഭാവം വേദപുസ്തകം ഉടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവത്തിന്റെ സ്നേഹം, അവൻ എന്തുമാത്രം തന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മളോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സ്നേഹവാനായ ദൈവത്തെ ബൈബിൾ കാണിച്ചു തന്നാൽ ആ ദൈവത്തെ വിശ്വസിക്കാൻ ഇവർ തയ്യാറാകുമോ? നമ്മൾ നോക്കുക, സൂര്യൻ എന്ന് പറയുമ്പോൾ അത് നിരന്തരം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് അല്ലെ. അതിന്റെ ചൂട് മനുഷ്യർക്ക് ആർക്കും അതിനോട് അടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭൂമിയിൽ തന്നെ എത്രയോ പേർ, ഇവിടെ മനുഷ്യരും ജന്തുജാലങ്ങളുമായി എത്രയോ പേർ ഈ സൂര്യാതാപമേറ്റ് മരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും നമ്മുടെ ഒരു നേത്രങ്ങൾ കൊണ്ട് ഈ സൂര്യനെ നമുക്ക് ദർശിക്കുക പോലും സാധ്യമല്ല. എന്നാൽ ഈ സൂര്യൻ ഇല്ല എങ്കിൽ നാം നോക്കുക, ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളൊക്കെ നിശ്ചലമാണ്, നിശ്ചേഷ്ടമാണ്. ഇവിടെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് ഈ സൂര്യരശ്മികളുടെ സാന്നിധ്യം. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് സൂര്യൻ അനിവാര്യ ഘടകമാണ്. പക്ഷെ ആ സൂര്യനെ നമുക്കൊന്ന് നേരെ നോക്കാൻ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടത് കാണാൻ പോലും സാധിക്കയില്ല. അതിന്റെ ചൂടേറ്റ് അനേകായിരങ്ങൾ ഓരോ വർഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള അതുകൊണ്ട് ഈ കാരണം കൊണ്ട് നമുക്ക് ആ സൂര്യൻ നമുക്ക് വേണ്ട എന്ന്, അങ്ങനെ ഒരു സൂര്യനെ നമുക്ക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ ഇന്ന് അനേകരും വേദപുസ്തകത്തെ കാണുന്നത് മറ്റൊരു സ്വഭാവത്തിലാണ്. എങ്ങനെയാ? നമ്മള് നാട്ടിൽ ഈനാമ്പേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ജന്തുവുണ്ട്. അത് ഏതാണ്ട് ഒരു ഉടുമ്പിന്റെ സ്വഭാവത്തിലുള്ള ഒരു ജീവിയാണ്. പക്ഷെ അതിന്റെ സഞ്ചാര മാർഗത്തിൽ ഏതെങ്കിലും ഒരു അപകടം അതിന് ഫീൽ ചെയ്താൽ, ഒരു അപകട സാധ്യത അതിന് മുന്നിൽ കണ്ടാൽ ഉടനെ അതിന്റെ ഷെയ്പ്പ് അത് മാറ്റും, അതൊരു ഗോളമായി മാറും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ പലരും കാണുന്നത് ഇങ്ങനെ ശൽക്കങ്ങളൊക്കെയുള്ള, ഒരുപക്ഷെ തിളങ്ങുന്ന ശൽക്കങ്ങളുള്ള ഒരു ഗോളമാണ്. അപ്പൊ ആ ഗോളാകൃതിയിൽ ഈ ഈനാമ്പേച്ചിയെ കാണുന്ന ആൾക്കാർ അവർ പറയുന്നു ഈനാമ്പേച്ചി എന്ന് പറയുന്നത് ഒരു ഗോളമാണ് എന്നവർ പറയുക, എന്നവർ വിശ്വസിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ ഈനാമ്പേച്ചി അതിന്റെ ആ ഗോളാകൃതി വിട്ടുകഴിഞ്ഞാൽ ആ രൂപം അത് മാറ്റി അതിന്റെ ശരിയായ രൂപത്തിലേക്ക് ഇത് വരുമ്പോൾ അത് ആ രൂപത്തിലല്ല ഈനാമ്പേച്ചി ഉള്ളത്. ഞാൻ പറഞ്ഞത് ഇതുപോലെയാ പലരും ബൈബിളിനെ കാണുന്നതും. അവരുടെ ദൃഷ്ടി അങ്ങനെയാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബൈബിൾ എങ്ങനെ വായിക്കുന്നു, ആ വായിക്കുന്നതിനെ നാം എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചോദിക്കുന്നുണ്ട്, അവിടെ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നിങ്ങൾ എങ്ങനെ വായിക്കുന്നു? അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തെഴുതിയിരിക്കുന്നു, അത് നിങ്ങൾ എങ്ങനെ വായിക്കുന്നു എന്നാ ക്രിസ്തു ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായി ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്നേഹവാനായ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ
തൻ്റെ മക്കളെ ആ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിച്ചാൽ ആ ദൈവത്തെ, അതിൻ്റെ ആ സ്വഭാവം നമുക്ക് വിശ്വസിക്കാൻ, ആ ദൈവം അങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമയായിരിക്കുന്ന ഒരു ശക്തിയെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ലേ? കാരണം അവൻ ക്രൂരനായതുകൊണ്ടാണ് വിശ്വസിക്കാൻ സാധിക്കാത്തത് എന്ന് ചിന്തിക്കുന്നവർ, എന്ന് പഠിപ്പിക്കുന്നവർ. അവൻ ദയാലുവാണെന്ന് കണ്ടാൽ അവനെ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കണ്ടേ? നോക്കാം, 145-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, തന്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു. നോക്കാം, യഹോവ എങ്ങനെയുള്ളവനാ? യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ, തന്റെ സകല പ്രവർത്തികളോടും അവന് കരുണ തോന്നുന്നു. വീണ്ടും 86-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുക: നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. വീണ്ടും സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: യഹോവ മഹാദയയും ദീർഘക്ഷമയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. നോക്കുക, യഹോവ എങ്ങനെയുള്ളവനാ? മഹാദയയും ദീർഘക്ഷമയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവനാ. അപ്പൊ ദൈവത്തിന് അകൃത്യവും ലംഘനവും ക്ഷമിക്കാൻ കഴിയാത്തവനല്ല. അപ്പൊ നാം അകൃത്യങ്ങൾ ചെയ്യുന്നവൻ ആ അകൃത്യത്തെ കുറിച്ച് ബോധവാനായി ആ അകൃത്യം ഏറ്റുപറയുന്ന പക്ഷം അവൻ ആ അകൃത്യത്തിൽ നിന്നും അവൻ സ്വയം മോചിതനാകാൻ ശ്രമിക്കുന്ന പക്ഷം അവനോട് ക്ഷമിക്കാൻ തയ്യാറുള്ളവനാണ് ദൈവം. ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്കറിയാം. ദൈവത്തിന്റെ സ്വഭാവം മുഖ്യമായും ജ്ഞാനം, നീതി, ശക്തി, ഇവയൊക്കെ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാ. ജ്ഞാനം, നീതി, സ്നേഹം, ശക്തി, ഇങ്ങനെയുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന ദൈവം. അവൻ ദയയുള്ളവനാണ്. അവന്റെ ദയ എന്നുള്ളത് നാം ഇംഗ്ലീഷ് വേദപുസ്തകം നോക്കിയാൽ അവിടെയെല്ലാം അവന്റെ അൺഫെയിലിംഗ് ലവ് എന്നാണ്. ആ ദയ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പദത്തിൽ നിന്നാണ്, അൺഫെയിലിംഗ് ലവ്. ഇനി ദൈവത്തിന്റെ നീതി, ഇതിനെക്കുറിച്ച് ഒത്തിരി വാക്യങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. ദൈവത്തിന്റെ നീതി നാം നോക്കുക, സങ്കീർത്തനം തന്നെ 32-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഇനി 98-9 പറയാ: അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. അപ്പൊ യഹോവ ഭൂമിയെ വിധിക്കാൻ വരുമ്പോൾ ആ വിധി എങ്ങനെയുള്ളതായിരിക്കും? അത് നീതിയോടും ജാതികളെ, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. ഇന്നത്തെ സ്വഭാവത്തിലുള്ള, ഇന്നത്തെ അധികാരികളുടെ, ഗവൺമെന്റുകളുടെ സ്വഭാവത്തിലുള്ള ഒരു വിധി ആയിരിക്കുകയില്ല ഒരു ദൈവത്തിന്റെ യഹോവയുടെ ഭാഗത്തു നിന്നും. അവൻ നീതിപൂർവമായി കാര്യങ്ങളെ വിധിക്കുന്നവനാണ്. ഇന്ന് സ്വന്തക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും സ്വന്തം പാർട്ടിക്കാർക്കും വേണ്ടി എന്ത് അനീതിയും പോലീസിനെ കൊണ്ടോ കോടതിയെ കൊണ്ടോ എന്ത് അനീതിയും നീതിയാക്കി തീർക്കാൻ സാധിക്കുന്ന, കഴിയുന്ന, ശ്രമിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മുടെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അത് തന്നെയാണ്. സ്വജനപക്ഷപാതം അതാണ് ഏറ്റവും കൂടുതൽ. അവിടെ നീതിക്ക് യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ യഹോവ ഭൂമിയെ വിധിക്കാൻ വരുമ്പോൾ അവൻ നീതിയോടും നേരോടും കൂടെ വിധിക്കും എന്നാ പറയുന്നേ. വീണ്ടും പറയാ, 89-ാം സങ്കീർത്തനം അതിന്റെ 14-ാം വാക്യം: നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു. നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി പോകുന്നു. അപ്പൊ ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി പോകുന്നു. ഇതാണ് നമുക്ക് ദൈവത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇനി നമുക്ക് മറ്റൊരു വേദഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം. മറ്റൊരു വേദഭാഗം ലേവ്യ പുസ്തകം അതിന്റെ 19-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാ കാണുന്നത്. ദൈവത്തിന്റെ സ്വഭാവം, അവൻ മറ്റുള്ളവരെ, മനുഷ്യരെ കരുതുന്നത് ഏത് വിധത്തിലാണെന്നുള്ളതാണ്. 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ഓരോരുത്തൻ താന്റെ അപ്പനെയും അമ്മയെയും ഭയപ്പെടണം. നോക്ക, അപ്പനെയും അമ്മയെയും ഭയപ്പെടുക. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വലിയൊരു മനുഷ്യന് അനിവാര്യമായിരിക്കേണ്ട ഒരു സ്വഭാവ ഗുണമാണ്. അത് നഷ്ടപ്പെട്ടു പോയി. ഇനി വീണ്ടും പറയാ ദൈവം, നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്തു കൊയ്യരുതേ. നിന്റെ കൊയ്ത്തിൽ കാലാപെറുക്കയുമരുതേ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികു തീർത്തു കൊയ്യരുതേ. നിന്റെ കൊയ്ത്തിൽ കാലാപെറുക്കയും അരുതേ. നിന്റെ കൊയ്ത്തിൽ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറിക്കരുതേ. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കയുമരുതേ. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്കു പറയരുത്. എന്റെ നാമത്തെ കൊണ്ട് കള്ളം സത്യം ചെയ്ത് നിന്റെ ദൈവത്തിന്റെ നാമത്തെ അശുദ്ധമാക്കരുത്. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്. അവന്റെ വസ്തു കവർച്ച ചെയ്യുകയുമരുത്. കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. ചെകിടനെ ശപിക്കരുത്. കുരുടന്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്. നിന്റെ ദൈവത്തെ ഭയപ്പെടണം. ഞാൻ യഹോവയാകുന്നു. നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. നിന്റെ ജനത്തിന്റെ മക്കളോട് പകവയ്ക്കരുത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. എന്താ പറയുന്നേ? നിങ്ങൾ ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്. നിന്റെ മക്കളെ വേശ്യാവൃത്തി കേൾപ്പിക്കരുത്. ഞാൻ യഹോവയാകുന്നു. വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്. അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയുമരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ഞാൻ യഹോവയാകുന്നു. പരദേശി നിന്നോടുകൂടെ നിങ്ങളുടെ ദേശത്തു പാർത്താൽ അവനെ ഉപദ്രവിക്കരുത്. നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെ പോലെ ആയിരിക്കണം. അവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങളും മിസ്രയീം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്. ഒത്ത തുലാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിന്റെ 20-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നേ: ഇസ്രയേൽ വന്നു പാർക്കുന്ന പരദേശികളിലോ നിങ്ങളിൽ ആരെങ്കിലുമോ തന്റെ സന്തതിയിൽ നിന്ന് ഒന്നിനെ മോളോക്കിന് കൊടുത്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദേശത്തിലെ ജനം അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഞാൻ പറഞ്ഞത്, അപ്പം ദൈവം ഇത്രയേറെ മനുഷ്യർക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതുന്ന ഒരു ദൈവമാണ്, സ്നേഹവാനായ ദൈവം. ഇസ്രായേലിന് കൊടുത്ത പ്രമാണങ്ങൾ അത് തന്നെയാണ്. അപ്പൊ ഈ പ്രമാണങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഇത് പ്രമാണം ലഭിച്ചിരിക്കുന്ന മനുഷ്യരുടെ ബാധ്യതയാണ്. അതനുസരിക്കുക എന്നുള്ളത്. ഇപ്പൊ ആ ബാധ്യത, ആ നിയമം പാലിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കുന്ന മനുഷ്യർ ആ നിയമം ലംഘിച്ചാൽ, അത് പാലിക്കുന്നില്ല എങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ളത് ഏത് ഭരണകൂടത്തിന്റെയും കടമയും കർത്തവ്യവുമാണ്. ഇല്ലെങ്കിൽ ആ ദേശത്ത്, ആ പ്രദേശത്ത് അവിടെ ക്രമസമാധാനം നിലനിർത്താൻ സാധിക്കുകയില്ല.
മനുഷ്യർക്ക് സ്വസ്ഥമായ ഒരു ജീവിതം സാധാരണക്കാരന് പ്രദാനം ചെയ്യാൻ സാധിക്കുകയില്ല. ഇല്ലെങ്കിൽ രാജ്യങ്ങളിലൊക്കെ എന്തിനാ ഇങ്ങനെയുള്ള ഭരണഘടനകളും നിയമങ്ങളും എഴുതി ഉണ്ടാക്കുന്നത്? എന്നിട്ട് ആ നിയമം ലംഘിക്കുന്നവർക്ക് ഓരോ നിയമത്തിനനുസരിച്ചുള്ള കുറ്റങ്ങൾ അത് ലംഘിക്കുന്നവർക്ക് അതനുസരിച്ചുള്ള ശിക്ഷകൾ വിധിക്കുന്നത് എന്തിനാ? നമ്മൾ നോക്കുക, ഇവിടെ അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ ഭീകര പ്രസ്ഥാനങ്ങൾ, നമ്മുടെ നാട്ടിൽ തന്നെ പഹൽഗാമയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ആ ഭീകരരെ നമ്മുടെ ഭാരതത്തിന്റെ പടയാളികൾ, ജവാന്മാർ അവരെ വെടിവെച്ചു കൊന്നു. അപ്പൊ ഭീകരാക്രമണം ഉണ്ടായാൽ ആ ആക്രമണകാരികളെ വെടിവെച്ച് കൊല്ലുക, അതുകൊണ്ട് ആ ഭരണകൂടം അത് അവർ ചെയ്യുന്നത് തിന്മയാണെന്ന് പറയാൻ സാധിക്കുമോ? ഇന്ന് ലോകത്തെല്ലായിടത്തും ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ ലോകം ഒന്നായി പടവെട്ടിക്കൊണ്ടിരിക്കുക. ഭീകര പ്രസ്ഥാനങ്ങളെ ലോകത്തു നിന്നും തുടച്ചു നീക്കുവാൻ വേണ്ടി ഒന്നിച്ചവർ കൈകോർത്തിരിക്കുക. എന്തിനാ? ഇനി നമ്മളൊന്ന് നോക്കുക, നമ്മുടെ കൃഷിയിടത്തിൽ വന്യജീവികൾ വന്ന് കൃഷി നശിപ്പിച്ചാൽ, വന്യജീവികൾ വന്ന് മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അവയെ വെടിവെച്ച് കൊല്ലണം. ഇന്നിപ്പോ നിയമം ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അതിന് അനുവദിക്കുന്നില്ല എങ്കിലും ഇന്നിപ്പോ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുവദിച്ചിട്ടുണ്ട്. എന്തിനാ? മനുഷ്യന്റെ ജീവന് ഭീഷണിയായിരിക്കുന്ന അവന്റെ വസ്തുവകകൾക്കും വസ്തുക്കൾക്കും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുക. ഇത് നിയമമായി കഴിഞ്ഞു. എന്തിനാ അവയെ വെടിവെച്ച് കൊല്ലുന്നത്? അതുകൊണ്ട് അങ്ങനെ നിയമം ഉണ്ടാക്കുന്നവർ ക്രൂരരാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇപ്പൊ തെരുവ് നായ്ക്കൾ പേപ്പട്ടിയുടെ കടിയേറ്റ് എത്രയോ പേരിന്ന് ജീവിതത്തിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പേപ്പട്ടിയെ കണ്ടാൽ അതിനെ തല്ലിക്കൊല്ലുക എന്നുള്ളത് സാധാരണ ധർമ്മമല്ലേ? അതുകൊണ്ട് അങ്ങനെ കൊല്ലുന്നവരെല്ലാം ക്രൂരരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മളത് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇങ്ങനെ ഏതൊരു സംവിധാനത്തിലും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന ആ കുറ്റങ്ങൾക്കനുസരണമായി ശിക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ലോകത്തുണ്ട്. നാം ഗൾഫ് നാടുകളിലേക്ക് ഒന്ന് പോവുക, അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പരസ്യമായി എന്ത് ചെയ്യുന്നു? പരസ്യമായി കുറ്റവാളികളെ കൊലപാതകമൊക്കെ ചെയ്ത പോലെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയരാകുന്നവരെ പരസ്യമായി തൂക്കിലേറ്റുകയോ കല്ലെറിഞ്ഞു കൊല്ലുകയോ ചെയ്യുകയാണ്. എന്തിനാ? അത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം, ഇതുപോലെയുള്ള കുറ്റങ്ങൾ ചെയ്യരുത് എന്നുള്ളതിന്. അതിനുവേണ്ടി അത് ചെയ്യുന്നു. അപ്പോൾ ദൈവം ചില കാര്യങ്ങളുടെ പേരിൽ, ചില അനുസരണക്കേടുകളുടെ പേരിൽ ദൈവം ഏതാനും പേരെ ശിക്ഷിച്ചുവെങ്കിൽ ഒരിക്കലും അത് ദൈവം ക്രൂരനായ ഒരുവനായതുകൊണ്ടല്ല. അനുസരണക്കേടിന്റെ ഫലം അനുസരിക്കുക എന്നുള്ളത് ആർക്കും ബാധ്യതയുള്ളതും തന്നെയാണ്. ഈ കാര്യത്തിൽ ദൈവത്തിന് മുഖപക്ഷമില്ല. അവിടെയാണ് നമ്മുടെ സഹോദരങ്ങൾ പറയും, ആരെയാ ഇസ്രയേലിന് അല്ലാത്ത ജാതികളെയാ കൊല്ലുന്നതെന്ന്. ഒരിക്കലുമല്ല. ഇസ്രയേലിനും ദൈവം ഈ ഒരു നിയമത്തിൽ നിന്നും യാതൊരു വിടുതലും കൊടുത്തിട്ടില്ല. അനുസരിക്കാത്തവരെ തീർച്ചയായും അവർക്ക് ശിക്ഷയുണ്ട്. അങ്ങനെ മുഖപക്ഷം ഇല്ലാത്ത ദൈവമാ കാണാൻ സാധിക്കും. അപ്പൊ ദൈവത്തിന് യാതൊരു മുഖപക്ഷവും ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ഇസ്രായേലിന്റെ കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: അവർ അന്യ ദൈവങ്ങളാൽ അവനെ ക്രുദ്ധിപ്പിച്ചു, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവർ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവയ്ക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. ഇസ്രായേൽ അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഖ്യാപുസ്തകം 34:14 പറയാം: 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയുക. ഈ മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട വലിയൊരു ജനം ഉണ്ട്. അവരിൽ കാലേബും യോശുവയും ഒഴിച്ച് ആരും
ഈ വാഗ്ദത്ത ഭൂമിയായിരിക്കുന്ന കനാനിൽ പ്രവേശിച്ചിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം മരുഭൂമിയിൽ ചത്തടിഞ്ഞു. എന്തുകൊണ്ടാ? അത് അനുസരണക്കേടിന്റെ ഫലമാണ്. അപ്പൊ ദൈവം മുഖ്യമായും ഇസ്രയേലിനോടും സകല ജനത്തോടും ആവശ്യപ്പെടുന്നത്, ഇസ്രയേലെ കേൾക്ക. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം പറയുക, യഹോവ നിന്റെ ദൈവമാണ്, ആ യഹോവ ഏകനാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതേ. അപ്പൊ അന്യ ദൈവങ്ങളെ സേവിക്കുക, ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിക്കുക, തള്ളിക്കളയുക എന്ന് പറയുന്നത് ദൈവത്തിന് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ തീഷ്ണതയുള്ള ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പോരുന്ന ഒന്നല്ല മറ്റു ദൈവങ്ങളെ സ്വീകരിക്കുക, അവരുടെ പിന്നാലെ പോവുക എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങളിലാണ് ദൈവം ഇങ്ങനെയുള്ള ശിക്ഷകൾ കൊടുത്തിരിക്കുന്നത്. ദൈവം ക്രൂരനായതുകൊണ്ടല്ല പ്രിയമുള്ളവരെ. ഈ ദൈവം യഹോവയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും, അവൻ എങ്ങനെയുള്ളവനാ. അവൻ ദൈവത്തിന്റെ വിശ്വസ്തതയെ സംബന്ധിച്ച് പറയുന്നത് എങ്ങനെയാ? അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരും ഉള്ളവൻ. ഇവിടെ 147-ാം സങ്കീർത്തനം 9-ാം വാക്യം പറയാ, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവയിൽ യഹോവ പ്രസാദിക്കുന്നു. വീണ്ടും പറയാ, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. 145-ാം സങ്കീർത്തനം അതിന്റെ 20-21 വാക്യങ്ങളിലാ പറയുന്നത്, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാൽ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. അപ്പൊ ദുഷ്ടന്മാരെ നശിപ്പിക്കും. ഇനി നാം നോക്കുക, അത് ഈ ആയുസിൽ അല്ലെങ്കിൽ ഈ യുഗത്തിൽ അങ്ങനെയുള്ള പ്രവർത്തികൾ നാം കാണുന്നത് യഹൂദന്മാർ ആ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഭാഗത്തു നിന്നും, ഇത് മുഖ്യമായും പഴയ നിയമത്തിലാണ് നാം കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് എന്തുകൊണ്ടാണ്? അതൊരു ദൃഷ്ടാന്തമാണ്. ഈ ഭൂമിയുടെ അധികാരം ദൈവത്തിനുള്ളതാണ്, ഈ ഭൂമിയുടെ അവകാശം ദൈവത്തിനുള്ളതാണ്. അവൻ ഈ സകല ചരാചരങ്ങൾക്കും അധിപതിയായിരിക്കുന്നവനാണ്. അവൻ പ്രപഞ്ചത്തിന്റെ സർവ്വ അധികാരിയാണെന്നുള്ളതിന് നമുക്ക് ആവർത്തന പുസ്തകം 32-39 ഇങ്ങനെ വായിക്കാം, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനും ആരുമില്ല. ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഇപ്പൊ യഹോവ ഈ പ്രപഞ്ചത്തിന്റെ സർവാധികാരിയാണ്. എന്നാൽ താൽക്കാലികമായി കുറെ കാലത്തേക്ക് ദൈവം ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭരണാധികാരം, അതിന്റെ അവകാശം അവന്റെ എതിരാളിയായിരിക്കുന്ന പിശാചിന് നൽകിയിരിക്കുകയാണ്. ചിലപ്പോൾ യുക്തിവാദികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് കാണണം, അപ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അവന്റെ രാജ്യത്വം എന്നാൽ യഹോവ ഈ ഭൂമിയുടെ പൂർണ്ണമായും രാജ്യത്വം ഏറ്റെടുക്കുന്ന ഒരു ദിവസത്തിലേക്ക് നാം ദിവസത്തെ സമീപിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെ ഒരു കാലത്തിന്റെ അടുത്തേക്ക് നമ്മെ എത്തിക്കുക. യേശുക്രിസ്തു മഹാരാജാവായി ഭൂമിയുടെ ഭാരം കയ്യേക്കുന്ന ദിവസത്തിലേക്ക് നാം സമീപിച്ചു കൊണ്ടിരിക്കുക. 145-ാം സങ്കീർത്തനം 13-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്, നിന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു, നിന്റെ ആധിപത്യം തലമുറയായിരിക്കുന്നു. നിന്റെ രാജത്വം നിത്യരാജത്വമാണ്, നിന്റെ ആധിപത്യം തലമുറയായും ഇരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ ആ അധികാരം ഏറ്റുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ ഡിവൈൻ പ്ലാനിൽ ഈ ഭൂമിയുടെ അധികാരം പൂർണ്ണമായും ദൈവം കയ്യേൽക്കുകയും അവിടെ നീതി വസിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു.
അപ്പൊ അനീതി നിറഞ്ഞ ഈ ദുഷ്ടലോകത്തിനൊരു മാറ്റം വരുത്തി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതികൾക്കും ഒരന്തം കുറിച്ചുകൊണ്ട് നീതി വസിക്കുന്ന പുതിയ ഒരു ലോക സംവിധാനം ദൈവം ഇവിടെ പടുത്തുയർത്തും, യാതൊരു സംശയവുമില്ല. അന്ന് സങ്കീർത്തനകാരൻ പറയുക, 103 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയുക, പീഡിതർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കും, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു, യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. നമുക്ക് ബന്ധിക്കപ്പെട്ടവർ, ഇന്ന് പാപത്തിന്റെയും മരണത്തിന്റെയും അധീനതയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അവൻ ആ പാപത്തിന്റെയും മരണത്തിന്റെയും അധികാരത്തിൽ നിന്നും വിടുവിക്കും. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കും. അപ്പൊ ഈ പീഡിതരുടെ ഒരു ചിത്രമാണ് ഇസ്രയേൽ മിസ്രയീമിൽ ഫറവോന്റെ കീഴിൽ അനുഭവിച്ച 200 വർഷക്കാലത്തെ അടിമ ജീവിതം. ആ ഫറവോ കാണിക്കുന്ന പിശാചിന്റെ ഒരു ചിത്രമാണ്. അപ്പൊ ആ ഫറവോന്റെ കീഴിൽ അടിമത്വം പീഡിപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രയേലിനെ ദൈവം ഒരു പെസഹ കുഞ്ഞാടിന്റെ യാഗത്തിൽ കൂടെ അവരെ വിടുവിച്ചുവെങ്കിൽ, ഇന്ന് പിശാചിന്റെ ആധിപത്യത്തിന് കീഴിൽ അവൻ അന്ധരാക്കിയ കണ്ണുകൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം മൂലം ഒരു വിമോചനത്തിന്റെ നാളുകൾ അവൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കണം. വീണ്ടും പറയാ, യഹോവ തന്നെ സ്നേഹിക്കുന്ന ഏവരെയും പരിപാലിക്കുന്നു, എന്നാ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കും. അപ്പൊ സകല ദുഷ്ടന്മാരെയും അവൻ നശിപ്പിക്കുന്നു പറയുന്നത് ആ കാലം ദൈവ ക്രിസ്തുവിന്റെ രാജത്വത്തിന് കീഴിൽ ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ദൃഷ്ടാന്തമാണ് നാം ഈ പഴയ നിയമകാലത്ത് കണ്ടത്. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ സൗഖ്യമാക്കി, ആഹാരം കൊടുത്തു. ശേഷം അവന്റെ 3.5 വർഷക്കാലത്തെ പ്രേക്ഷിത വേലയുടെ സമയത്ത് എത്രയോ പേരെ എത്ര കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, അന്ധർക്ക് അവൻ കാഴ്ച കൊടുത്തു, മുടന്തരെ അവൻ നടക്കാനുള്ള ശക്തി കൊടുത്തു. അങ്ങനെ അനേകരെ, മരിച്ചവരെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതൊക്കെ അവൻ ദൈവത്തിന്റെ രാജ്യത്തിൽ ചെയ്യുവാനിരിക്കുന്ന ആ മഹാകാര്യങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കാത്തവരാ പറയുന്നത് ദൈവം ക്രൂരനാണ്, ഈ ആയുസ്സിൽ നിരപരാധികളെ അവൻ കൊന്നുകളയുന്നു. അപ്പൊ അനുസരണ എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ അടിസ്ഥാന പ്രമാണമതാ. യഹോവയുടെ 103 സങ്കീർത്തനം 17 വാക്യത്തിൽ പറയാ, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും, അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. അപ്പൊ ആർക്കാണ് ഇവിടെ സമാധാനമുള്ള ഒരു ഭരണകൂടം നിലനിൽക്കണമെങ്കിൽ നിയമം അനുസരിക്കാൻ ഏവരും ബാധ്യസ്ഥരാണ്. ഇല്ലാത്തവർക്ക് സാധിക്കില്ല. അല്ലാത്തവർ നിലനിന്നാൽ അവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പറയാ, യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും, അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾ ആചരിക്കുവാൻ തക്കവണ്ണം അവന്റെ രാജ്യത്തിൽ ഏവർക്കും സാധിക്കണം. നാം നോക്കുക, ഒരു ഭരണകൂടം ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ മുഴുവൻ കൊല്ലും കൊലയും ബലാത്സംഗങ്ങളും പിടിച്ചുപറിയും കളവും മോഷണവും മാത്രമായ ഒരു സമൂഹത്തിൽ നിന്നാൽ നാം എന്താ ചോദിക്കുന്നത്? ഇവിടെ ഒരു ഭരണാധികാരിയില്ലേ? ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പില്ലേ എന്ന് നാം ചോദിക്കുകയില്ലേ? ഏതൊരുവനും ചോദിക്കും. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അധികാരിയായിരിക്കുന്നവരില്ലേ? ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് സമാധാനം നൽകുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്വമല്ലേ നാം ചോദിക്കും. അപ്പൊ ക്രമസമാധാനം പാലിക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ അക്രമികളെ ഉന്മൂലനാശം ചെയ്യും. അക്രമികളെ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായും നാം കാണുന്നത് ഇങ്ങനെയുള്ള ദുഷ്ടശക്തികളെ മുഴുവൻ അവൻ നശിപ്പിച്ചു കളയും. അങ്ങനെ നിത്യസമാധാനമുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകും. അതിന്റെ എല്ലാം ദൃഷ്ടാന്തങ്ങളാണ് നാം ഇത് കാണുന്നത്.
നാം ഇനി ഒരു 90-ാം സങ്കീർത്തനത്തിലേക്ക് ഏതാനും മിനിറ്റുകളൊന്ന് പോവുക. 90-ാം സങ്കീർത്തനം ഇതിന്റെ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു വളരെ ശക്തമായിരിക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മോശയുടെ സങ്കീർത്തനമാണ്. അവിടെ മോശ പറയാ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഉണ്ടോ? ഇവിടെ പറയാ മോശ, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇപ്പൊ ഇസ്രായേലിന്റെ സങ്കേതമായിരിക്കുന്ന യഹോവ, ഇതൊരു കാലത്ത് ഇസ്രായേലിന്റെ മാത്രം സങ്കേതമായിരുന്നുവെങ്കിൽ ഇനി ഇത് മുഴുവൻ ലോകത്തിന്റെയും സങ്കേതമായി മാറാൻ പോവുകയാണ്. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ അസ്തിത്വം അവൻ അനാദിയാണ്, ശാശ്വതമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവൻ ശാശ്വത ഉള്ളവനല്ല. അവൻ അല്പകാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഇവിടെ നിന്നും മരിച്ച് മൺമറഞ്ഞ് പൊടിയാകുന്ന ഈ പൊടിയിലേക്ക് തിരികെ ചേരേണ്ടവനാണ്. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അവിടെ നാം കാണുന്നത്. മനുഷ്യർ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ് എന്ന് പറഞ്ഞാൽ, ഈ തലമുറകൾ, ഒരു തലമുറ വരുന്നു, മറ്റുള്ള ഒരു തലമുറ പോകുന്നു. അപ്പൊ ഇങ്ങനെ മനുഷ്യരിൽ തലമുറകൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തെ കുറിച്ചോ, നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അപ്പൊ അങ്ങനെ ശാശ്വതവാസിയായിരിക്കുന്ന ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും മനുഷ്യന് സാധിക്കണം. വീണ്ടും പറയാ, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, അനുസരണമില്ലാത്ത മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷ അതെന്താണ്? തീർച്ചയായും അത് മരണമാണ്. അപ്പൊ അനുസരണം ഇവിടെ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചു ഈ അനുസരണക്കേട്. മനുഷ്യന്റെ ആ ഭവനത്തിൽ തന്നെ ദൈവത്തോട് അനുസരണക്കേട് ആരംഭിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഈ പ്രമാണം, അനുസരിക്കാത്തവരെ ശിക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ പ്രമാണം അവിടെ തന്നെ ദൈവം തുടങ്ങി വെച്ചു, മനുഷ്യന് കാണുവാൻ തക്കവണ്ണം, അനുഭവിക്കുവാൻ തക്കവണ്ണം. അവിടെ എന്താ പറഞ്ഞത്? നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേർന്ന്. എന്തുകൊണ്ടാ? ആദാമിന് ദൈവം ശിക്ഷ കൽപ്പിക്കുമ്പോൾ പറഞ്ഞത്, ആദാമിനെ വിളിച്ചു പറഞ്ഞു, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് മടങ്ങിച്ചേരും. അതാണ് ഇന്ന് അനേകരും പറയുന്നത്, മരണത്തിന് മനുഷ്യൻ മറ്റൊരു ലോകത്തേക്ക് മാറ്റപ്പെടുകയാണെന്ന. ഇത് വേദപുസ്തകത്തിന് യാതൊരു വിധത്തിലും വേദപുസ്തകം പ്രതിപാദിക്കാത്ത ഒരു വസ്തുതയാണ്. വേദപുസ്തകത്തിന്റെ ദൈവത്തിന്റെ ചിന്തയിൽ പോലും വരാത്തൊരു കാര്യം. മരിച്ചാൽ മനുഷ്യൻ മരണം വഴി മറ്റൊരു ലോകത്തേക്ക് മാറുകയാണെന്നുള്ളത്. മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും അരുളി ചെയ്യുന്നു. എങ്ങോട്ടാ അവൻ തിരികെ പോകുന്നത്? അവൻ വന്ന സ്ഥലത്തേക്കാ തിരികെ പോകുന്നത്. ആ വന്ന സ്ഥലം അവൻ പൊടിയാണ്, മണ്ണിൽ നിന്നും വന്നു, ആ മണ്ണിലേക്ക് അവൻ മടങ്ങും. ഇനി അതിന്റെ ഏതാണ്ട് 13 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലങ്ങളാ നാം വായിക്കുന്നത്. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വാക്യങ്ങൾ. അപ്പൊ ഈ നാളുകളൊക്കെയും ദൈവത്തിന്റെ ക്രോധം എന്തുകൊണ്ടാ? ദൈവത്തെ അനുസരിക്കാത്തതിന്റെ ഫലമായുണ്ടായ ക്രോധം, അതിന്റെ ഫലമാണെന്ന് ഈ മനുഷ്യരാശി മുഴുവൻ കഴിഞ്ഞ 6000 സംവത്സരങ്ങളായി അനുഭവിക്കുന്നത്. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം.
ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? നോക്കുക പ്രിയമുള്ളവരെ, എനിക്ക് ഈ സംശയം ഉള്ളവരോട്, ദൈവം ഉണ്ടോ, ദൈവത്തെ ഇതുകൊണ്ട് വിശ്വസിക്കാവോ, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന്, കാരണം മനുഷ്യരോട് കോപിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇവിടെ സങ്കീർത്തനകാരൻ പറയാം, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന്, അതിന്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്താൻ നാം ശ്രമിക്കണം. അത് ദൈവത്തിന്റെ കോപമാണെന്ന് അതിന് ശ്രമിക്കുന്നു. നമുക്കൊരു രോഗമുണ്ടായാൽ, ഒരു പനി വന്നാൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഈ പനിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കും. അതിന് നിരവധിയായിരിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ചെയ്യുക, മറ്റ് സ്കാനുകൾ ചെയ്യുക. CT സ്കാനുണ്ട്, MRI ഉണ്ട്. അങ്ങനെയുള്ള സ്കാനുകൾ ചെയ്ത് ഈ എന്ത് രോഗത്തിനാണ് ഇവൻ അടിമപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവന്റെ രോഗത്തിന്റെ കാരണമെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഇവിടെ പറയാ, നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? വേറെ സങ്കീർത്തനത്തിൽ പറയും, ദൈവമില്ല എന്ന് മൂഢൻ തന്നെ ഹൃദയത്തിൽ പറയുന്നു. അപ്പൊ ഇത് ദൈവത്തിന്റെ കോപത്തിന്റെ ശക്തിയെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം ദൈവ ഭയമുള്ളവരായിരിക്കണം. നീ വീണ്ടും പറയാ, അതിനെന്താ മാർഗമെന്ന് സങ്കീർത്തനം കാര്യം പറയാം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കണ്ടോ? അപ്പൊ എന്താണ് ഇതിന്റെ കാരണമെന്ന് കണ്ടെത്തുവാൻ, ഞങ്ങളുടെ ഓരോ ദിവസവും എങ്ങനെ കഴിയുന്നതിന്റെ കാരണം എന്താന്ന് കണ്ടെത്തുവാൻ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. അങ്ങനെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ദൈവത്തെ തള്ളിപ്പറയാനല്ല, ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ജ്ഞാനമുള്ളവരായി ദൈവത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും മനസ്സുള്ളവരായി തീരുമ്പോൾ ഇങ്ങനെയുള്ള വ്യാധികളിൽ നിന്നൊക്കെയും ദൈവത്തിന്റെ പക്കൽ നിന്ന് മോചനം അവന്റെ രാജ്യത്തിൽ നമുക്ക് ലഭിക്കും. അത് വീണ്ടും പറയാ, യഹോവേ മടങ്ങി വരേണമേ, എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. ഉണ്ടോ? യഹോവയെ മടങ്ങി വരണം. ഒരു കാലത്ത് ഏദൻ തോട്ടത്തിൽ ആദാമിനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം അവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു. എന്നാൽ പാപം ചെയ്ത ആദാമിന്റെ നിന്നും ദൈവം അകന്നുപോയി. അതിന്റെ ഫലമായി ഈ ലോകം എന്തായി തീർന്നു? ഈ ലോകത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങൾക്കും കാരണം അത് തന്നെയാണ്. വെളിപാടുകാരൻ പറയും, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരെല്ലാം തുടയ്ക്കും, ഇനി മരണമുണ്ടാകയില്ല എന്ന് വെളിപാടുകാരൻ പറയുകയാണ്. ഇവിടെ സങ്കീർത്തനകാരൻ പറഞ്ഞു, ദൈവമേ യഹോവേ നീ മടങ്ങി വരണം. അപ്പൊ ഈ 13 വാക്യങ്ങൾ നാം കാണുന്നത് എന്തുകൊണ്ടാണ് ദൈവ കോപത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഫലമായി അവൻ അനുഭവിക്കുന്ന കഷ്ടതകൾ, അല്ലെങ്കിൽ ആ കഷ്ടതകളുടെ കാരണം അനുസരണക്കേടാണ്. ഇനി അതിൽ നിന്നൊരു മോചനമുണ്ടോ എന്നുള്ളത് അടുത്ത വാക്യങ്ങൾ നമ്മോട് പറയുക. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. രാവിലെ തന്നെ നിന്റെ ദയ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണം. അപ്പൊ ഈ രാവിലെ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സഹസ്രാബ്ദ യുഗത്തിന്റെ സകല മാനവരാശിയും മരണത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പിക്കൂടെ ജീവനിലേക്ക് വരുന്ന ആ ദിവസമാണ്. അത് ഓരോരുത്തരുടെയും ആയുസിന്റെ ആരംഭകാലമാ, രാവിലെയാ, പുലർച്ചെയാ. നീതി സൂര്യൻ ലോകോപശാന്തിയോടുകൂടി ഉദിക്കും ആ ദിവസമാണ്. അപ്പൊ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നോക്കുക, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണം. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ മഹത്വം
വെളിപ്പെടുന്ന ഒരു ദിവസം അത് ദൈവത്തിന്റെ രാജ്യത്തിലാണ്. അപ്പൊ ആ രാജ്യത്തിലേക്കുള്ള യാത്രയിലാണ് സകല മനുഷ്യവർഗവും എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ അതുകൊണ്ട് ഈ ആയുസ് നാം പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവീക പദ്ധതി, ഡിവൈൻ പ്ലാൻ ഓഫ് ദി ഏജസ്, അത് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ അനീതികൾ നടക്കുന്നത്? അനുഭവ ജ്ഞാനത്തിൽ കൂടെ മനുഷ്യൻ തിന്മയെ വെറുക്കാൻ പ്രാപ്തിയുള്ളവനാകണം, തിരിച്ചറിയാൻ സാധിക്കണം. ജ്ഞാനമുള്ള ഒരു ഹൃദയം, പാപത്തിന്റെ അനുഭവം എന്താണെന്ന് തിരിച്ചറിയാൻ. ഇനി പാപത്തിൻ്റെതല്ലാതെ നന്മയുടെ ഒരു കാലം വരുമ്പോൾ അതിനുശേഷം നമ്മുടെ മുമ്പിൽ തിന്മയും നന്മയും ദൈവം വെച്ചാൽ നാം ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ തക്കവണ്ണം ഈ ആയുസ്സിലെ പാപത്തിന്റെ അനുഭവങ്ങൾ നമ്മെ അതിന് പ്രാപ്തരാക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാലം സമീപിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ദൈവം, പഴയ നിയമ കാലത്ത് കാണുന്ന ദൈവം, അവൻ ക്രൂരനാണ്, അവൻ നിരപരാധികളെ കൊന്നു തള്ളിയവനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവം, ആ സ്വഭാവമുള്ള ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ട എന്ന് ശഠിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയും കരുതുന്ന ഒരു ദൈവമാണ് അവൻ. നിങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനാണ്. നിങ്ങളെയും ജീവനിലേക്ക്, നിങ്ങൾ ഈ ദൈവത്തെ എത്ര നിഷേധിച്ചാലും ഈ ഭൂമിയിൽ ഇന്ന് നിറവേറുന്ന ഒരു അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഇവിടെ നടമാടുന്ന എല്ലാ ഒരനീതിക്കും അതിന് ഒരു മാറ്റവും വരികയില്ല. അതേസമയം സർവശക്തനായ ഒരു ദൈവം നമ്മെ ഭരിക്കുന്നു. അവന്റെ കീഴിൽ അനുസരണമുള്ള മക്കളായി ജീവിക്കണമെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഇവിടെ സമാധാനമുള്ള ഒരു ഭരണ സംവിധാനവും ഒരു സാമൂഹ്യ സാഹചര്യവും സൃഷ്ടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, സാദരം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത്രയും സമയം കേട്ട നിങ്ങളെ ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാ കൃപകളും ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ഈ വേദപുസ്തകം ദൈവാത്മനിശ്വസ്തമായ ഒരു ഗ്രന്ഥമാണ് എന്നുള്ളതിനും ദൈവം ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിനും എത്രയോ തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ നൽകുവാനുണ്ട്. അതിൽ ചില കാര്യങ്ങളെങ്കിലും അടുത്ത വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കിടാം എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. ദൈവം ഏവരെയും കാത്തു പരിപാലിക്കട്ടെ, അവന്റെ കൃപയിൽ സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്യങ്ങളിലൂടെ ഉപസംഹരിക്കുന്നു.